ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ദേ രാവിലെ തന്നെ കോലും വടിയൊക്കെ കൊണ്ടാണ് വരുന്നത്. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 6 മാസത്തിലൊരിക്കലാണ് ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മാറാലകളുണ്ടെങ്കിൽ അത് അപ്പം തട്ടി വിടുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര ക്ഷീണിക്കും. അപ്പോൾ ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഏട്ടനെയും കൂടെ സഹായത്തിന് വിളിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുക കേട്ടോ. അതായത് ഇങ്ങനെ എന്തെങ്കിലും മാറ്റാനും, സോഫ മാറ്റാനും, കട്ടിലിൻ്റെ അടിയിലൊക്കെ ഫുള്ള് നല്ലോണം പൊടി പിടിച്ച് കിടക്കേണ്ട അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ രണ്ടാളും കൂടെ തന്നെയാണ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, ആഗ്രഹിച്ച് പണിത വീടല്ലേ, അപ്പം നമ്മൾ തന്നെ അത് സൂക്ഷിച്ച് വെക്കണമല്ലോ. പൊതുവേ ഏട്ടനാണെങ്കിലും എന്തേലും ചളിയൊക്കെ പിള്ളേരിങ്ങനെ ചവിട്ടി നടുന്ന പാടോ ചളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് തുടയ്ക്കാൻ വേഗം അത് തുടച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാനാണെങ്കിലും അതുപോലെ തന്നെയാണ്, ഡെയിലി തുടച്ച് വിടുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്, പറ്റാവുന്ന അത്രയും പൊടികളും മാറാലയും തട്ടിക്കൊടയുന്നുണ്ട്. എന്നാലും നമ്മുടെ കണ്ണിൽ കാണാത്ത പൊടികൾ നിറച്ചും ഉണ്ടാവും. ഈ സോഫ എൻ്റെ സൈഡും കട്ടിലിൻ്റെ അടിയിലും എല്ലാം പൊടി പിടിച്ച് കിടക്കുമല്ലോ. ഇവന്മാരാണെങ്കിൽ മിക്ക പൊടികളും ഈ ബാഗൊക്കെ തട്ടിക്കുടഞ്ഞിട്ടില്ലേ, ഇല്ലെങ്കിൽ പെൻസിലിങ്ങനെ ഷാർപ്പ് ചെയ്തിട്ടും അതിൻ്റെയൊക്കെ കട്ടിലിൻ്റെ അടിയിലേക്ക് ഇട്ട് വെക്കും, ആ സൈഡ് ഗ്യാപ്പിൽ കൂടെ. കട്ടിലിരുന്നിട്ടല്ലേ പഠിക്കുക, റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഇവന്മാർ ചെയ്യുക. അപ്പോൾ അതൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലോ. അതെല്ലാം തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കാൻ ഏട്ടനും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. തറവാട്ടിൽ ഞങ്ങളൊരു 10 വർഷം എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇരുന്നത്. ഏട്ടൻ്റെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ ഭാര്യ മക്കൾ അല്ല ഏട്ടൻ്റെ ഭാര്യ, അതായത് ഞാനും കുട്ടികളും, പിന്നെ അനിയൻ്റെ ഭാര്യ, അങ്ങനെ വേറൊരു അനിയൻ, അച്ഛനമ്മ, അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇരുന്നത്. അപ്പോഴൊന്നും അത് അച്ഛൻ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. ഈ 4 മക്കളുടെ കുഞ്ഞതായിരിക്കുമ്പോൾ പ്രദീപിൻ്റെ വയസ്സാണ് വീടിന്, തറവാട് വീട്ടിന്. ഏറ്റവും ലാസ്റ്റുള്ള അനിയൻ്റെ വയസ്സാണ്, അവൻ്റെ 28. അവർ പുതിയ വീട്, അതായത് തറവാട് വീട് പണി ചെയ്തിട്ടാണ് 28ഒക്കെ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീട്ടിൽ ഒരു ഇല താഴെ കിടക്കുകയാണെങ്കിൽ ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തിടാത്ത ഒരാളാണ്. പക്ഷേ അവനവൻ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പണിത വീട്ടിൽ ഒരു പൊടി പോലും ആൾ കാണാൻ സമ്മതിക്കില്ല. എന്നെ ചീത്തയൊന്നും പറയില്ല കേട്ടോ. നോക്ക് വീട് വൃത്തിയില്ല, നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അയ്യോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും എന്നോട് പറയാറില്ല. ഏട്ടനത് കണ്ടു, ഏട്ടനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏട്ടൻ തന്നെ അത് വൃത്തിയാക്കും. അല്ലാതെ ഇങ്ങനെ തുണി മടക്കി വെച്ചില്ല, എന്താ ഇവിടെ ഇങ്ങനെ കിടക്കണ, അങ്ങനെയൊന്നും എന്നെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് ഒരു ചേച്ചിയൊക്കെ പറയേ, ഏട്ടൻ പറഞ്ഞു അയ്യോ ഗ്യാസ് കഴിയും, ഗ്യാസിൽ കത്തിക്കണ്ട, വിറകടുപ്പിൽ ചോറ് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി പേടിച്ചിട്ടൊക്കെ വിറകടുപ്പിൽ ചോറ് വയ്ക്കാറുണ്ട്. ഗ്യാസ് പെട്ടെന്ന് കഴിയും, കാശില്ലല്ലോ. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും നീ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, ഏട്ടനെ അറിയാം, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട്, തുണികൾ മടക്കി വെക്കാറുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ടല്ലോ. പിന്നെയും വലിച്ചു വാരി ഇടുന്നത് ഇവർ അച്ഛനും മക്കളും 3 കൂടെ എന്നെ വലിച്ചു വാരി ഇടാറുള്ളൂ. അങ്ങനെ കാണുന്നതൊക്കെ ഇതൊന്നും എനിക്ക് എത്താത്ത പൊടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് തന്നെ പറഞ്ഞത്. അപ്പോഴേക്കും വരിക്കുട്ടിയും കൂടെ കയറി എല്ലാവരും കൂടെ തട്ടി വൃത്തിയാക്കി. അധികമില്ല എങ്കിലും ചെറിയ ചെറിയ മാറാലകളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുകയല്ലേ, അപ്പോഴാണ് കാണുന്നത് ഒരു പൂവിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു പൂവ്. നല്ല രസമുണ്ട്. ഇതും തറവാട്ടിലെ പൂവ്. അവിടെ നിന്നൊരു കൊമ്പ് കൊണ്ടുവന്ന് നമ്മൾ പുതിയ വീട് താമസം മാറിയതിന് ശേഷം അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. അത് നട്ട് ഒരു 1.5 വർഷം ആകുമ്പോഴേക്കും നിറച്ചും പൂക്കൾ. ഇത് 2ാമത്തെ പൂവാണ്, സീസണിലെ പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ ഈ പൂവ് വാടില്ല. അതായത് ഇന്ന് പൂത്ത പൂവ് നാളെ വാടുക. ഈ ചെമ്പരത്തി പൂവും വേറെ പൂക്കളൊക്കെ പോലെ വാടിപ്പോവില്ല, കുറേ ദിവസം ഈ പൂവ് നിൽക്കും, അങ്ങനെയാണ്. പിന്നെ ഏട്ടൻ്റെ പൊടി തട്ടിക്കഴിഞ്ഞ് മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ വേണ്ട, എന്തായാലും കയറിയതല്ലേ, അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിനുള്ള ചെറിയൊരു പന്തലും കൂടെ കുറച്ചും കൂടെ ഇടാനുണ്ട്, അതും കൂടെ ഇട്ട് തന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ചെടികളൊക്കെ കുറച്ച് വലുതായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് എന്തായാലും ഒരു കുറച്ചും കൂടെ കുഞ്ഞു പന്തലും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്.
വരിക്കുട്ടി പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ അങ്ങനെ കയറണം ഇങ്ങനെ കയറണം. എൻ്റെ ഉള്ളിൽ തട്ടിയടിക്കൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പകുതി ആകുമ്പോഴേക്കും ഏട്ടൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാൻ നിന്നപ്പോൾ എങ്കിൽ പിന്നെ ആ ഫ്രണ്ടിൽ ഒന്ന് തട്ടിത്തായോ, ബാക്കിയുള്ളത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. അപ്പോഴുണ്ട് പണികളുടെ റൂട്ട് മാറിപ്പോയി. അങ്ങനെ വന്ന് തട്ടിയടിക്കൽ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഈ പന്തലൊക്കെ ഇടലായി. ഒരു പണിയുടെ കൂടെ വേറൊരു പണി എന്ന് പറഞ്ഞിട്ട് രാവിലെ നല്ല തിരക്ക് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നാണ് കേട്ടോ. രാവിലെ മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ തട്ടിക്കൊടയിൽ ഒന്ന് തട്ടി വെയിലൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിലെ പണിയാണെങ്കിലും പുറത്തെ പണിയാണെങ്കിലും പെട്ടെന്ന് വയ്യാണ്ടായിട്ടേ പണി ചെയ്യാനൊരു മടി. അപ്പോൾ ഏട്ടൻ മുകളിൽ കയറിയിട്ട് വായോ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ വരിക്കുട്ടീനെ എടുക്കാറക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ആൾ ചാടി ഇറങ്ങി. എന്നിട്ട് വരിക്കുട്ടിയോട് പറഞ്ഞു വെയിറ്റ് ആയിട്ടുണ്ട് അമ്മയ്ക്ക് കയറ്റാൻ പറ്റണില്ല, അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഇല്ലേ അമ്മ എടുക്ക് പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒക്കിൽ വെച്ചിട്ട് നടക്കണം. പിന്നെ ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. പിന്നെ ബാക്കി റൂമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടനും കൂടെ വന്നിട്ട് നീ അടിച്ചു വാരിക്കോ, അതായത് ഓരോ ഭാഗം അടിച്ചു വാരിക്കോ, തട്ടിക്കൊടയാന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് തറവാട് വീട്ടിലുണ്ടാകുമ്പോഴും ഞാനും ചേച്ചിയും കൂടെയാണ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ചേച്ചി മാറാലേക്ക് തട്ടിക്കൊടയുമ്പോഴേക്കും ഞാൻ അടിച്ചു വാരും. ഒരു റൂം കഴിയുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഞാനും ചേച്ചിയും കൂടെ തന്നെയാണ് മാക്സിമം ഇങ്ങനെയുള്ള പണികളൊക്കെ ഓരോന്നോരോന്നും ഒപ്പം തന്നെ ചെയ്യുള്ളൂ. എനിക്ക് പിന്നെയും മടിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ, അപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ചേച്ചി ആയിരിക്കും ആദ്യം തുടക്കം കുറിക്കുക എന്തിനും. ചേച്ചി ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ പിന്നാലെ പോയിട്ട് കൂടെ നിൽക്കും. എന്നിട്ട് പിന്നെ ചേച്ചി തട്ടിക്കൊടയെ മാറാല തട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടിച്ചു വാരും. അതുപോലെ ചേച്ചി എന്തെങ്കിലും നിറച്ചും കണ്ടിട്ടുണ്ടല്ലോ അവിടെ തറവാട് വീട്ടിലെ ഷെൽഫുകളിൽ നിറച്ചും ഫോട്ടോസാണ്, എല്ലാവരുടെ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ ചേച്ചി അതൊക്കെ തുടയ്ക്കാനും വൃത്തിയാക്കാനും നിൽക്കുമ്പോൾ അപ്പം ഞാനും കൂടെ പോയി അതൊക്കെ ചെയ്ത് TV സ്റ്റാൻഡ് വൃത്തിയാക്കൽ, അങ്ങനെ അവിടെയൊക്കെ അതുപോലെ ഒരു മാസത്തിലൊരിക്കലൊക്കെ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞാനും ചേച്ചിയുടെ കൂടെ പോയിട്ട് എല്ലാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫ്രിഡ്ജാണെങ്കിലും ചേച്ചി ചെയ്യുമ്പോൾ ഞാനും സഹായിക്കും. അങ്ങനെ തന്നെയാണ്. അടുക്കള പണിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളയച്ചി മുത്തശ്ശിയൊക്കെയാണ്, അങ്ങനെ ഒരു പണി അങ്ങനെ അതൊന്നുമില്ല. എന്താണോ പണിയുള്ളത് അത് ആരാണോ ഫ്രീ ആയിരിക്കുന്നത് അവർ ചെയ്യും. അല്ലാതെ ഇന്ന ആൾ തന്നെ ഇന്ന പണികൾ ചെയ്യണം അങ്ങനെയുള്ള അതൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഞങ്ങളിങ്ങനെ 10 വർഷവും ഒന്നിച്ച് തന്നെ പോയത്. അത് കഴിഞ്ഞ് ഏട്ടൻ സോഫയൊക്കെ മാറ്റി സോഫൻ്റെ അടിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ഇങ്ങനെ കുറേ ആയി, 6 മാസമൊക്കെ കൂടുമ്പോഴന്നെ ഇങ്ങനെ അടിയിലൊക്കെ തട്ടി. അത് ഞാൻ പറഞ്ഞില്ല, ഏട്ടനെ വർക്കില്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നും വർക്കില്ലാതിരുന്നാൽ ഇങ്ങനെയൊന്നും സഹായിക്കില്ല. ഒരു പണിയും ആശാൻ ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ എപ്പോഴും സഹായിക്കും, എപ്പോഴും ഭർത്താവ് പണിയെടുക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരു മാസമൊക്കെ പണിയില്ലാതിരിക്കും. അതായത് കാറ്ററിംഗ് വർക്കാണല്ലോ. ഈ മലയാള മാസത്തിൻ്റെ കുംഭമാസം, കന്നിമാസം, കർക്കിടക മാസം അങ്ങനെയുള്ള സമയങ്ങളിൽ ഒന്നും വർക്കില്ലാതെ ഒരു മാസത്തോളം ആശാൻ പണിയില്ലാതിരിക്കും. അപ്പോൾ എന്നെ നല്ലോണം സഹായിക്കും, മാക്സിമം നല്ലോണം സഹായിക്കും. ഇപ്പോൾ കുംഭമാസം കഴിഞ്ഞല്ലേ ഉള്ളൂ, കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ, ഏട്ടനെ വർക്ക് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നല്ലോണം സഹായിക്കും. ഇല്ലെങ്കിലൊന്നും വർക്കുള്ള സമയത്ത് ഒരു പണിയും ചെയ്യില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ ഏട്ടനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും. അങ്ങനെയല്ല എങ്കിലും ഇങ്ങനെയൊക്കെ ഏട്ടാ അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ. പിന്നെ ഒരുപാടൊന്നും അങ്ങനെ ചെയ്യുമോ ചോദിച്ചാലൊന്നും ചെയ്യില്ല. ആശാൻ അറിഞ്ഞു വന്ന് ചെയ്തു തരും. ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാം മാറിക്കോ എന്ന് പറയും. അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഇതുമാത്രമല്ല, അടിച്ചു വാരാനും ഈ പണി മാത്രമുണ്ട്, അടിച്ചു വാരുക തുടയ്ക്കുക. അതെനിക്ക് പെട്ടെന്ന് മടുപ്പുള്ളൊരു പണിയായതുകൊണ്ട് മാത്രം ഞാനതൊന്ന് സഹായിച്ച് തരുമോ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒന്ന് അടിച്ചു വാരി തന്നാൽ ഞാൻ തുടയ്ക്കാം, ഉള്ളൊക്കെ ഒന്ന് തുടയ്ക്കാം, ഏതെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളത് സഹായിച്ചു തരും. എന്നിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അവളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 2 ഫ്രണ്ടിൻ്റെ വീടുകളുണ്ടെന്ന്. അതിൽ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ആണ് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് പോവാ വിചാരിച്ചിരിക്കുമ്പോഴേക്കും സാധാരണ അവിടെ മുണ്ടക്കാവ് വേലയ്ക്ക് പോകുമ്പോഴാണ് 2 ഫ്രണ്ടിൻ്റെ വീട്ടിലും പോവാറ്. ഇത്തവണ അമ്മമ്മയുടെ ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക്
അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പോയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഏട്ടനും കൂടെ ലീവ് ഉണ്ടല്ലോ, എന്നാൽ രണ്ടാളും കൂടെ പോവാം. അത്രയും സമയം ഒഴിവുണ്ടായിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരുന്ന് അവസാനം ഏട്ടന് ഒഴിവുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് വാർപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും പോകണം. എന്നും അങ്ങനെയാണേ, ഒപ്പം കിട്ടുകയില്ല. ആകെ ആറ്റുനോറ്റ് എപ്പോഴെങ്കിലും ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വരും. എന്നിട്ട് പിന്നെ ഏട്ടൻ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. നിൻ്റെ ഫ്രണ്ടല്ലേ, നീ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ അങ്ങോട്ട് പോവുക ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ പണികൾ കഴിഞ്ഞിട്ടില്ല, രണ്ടാളും കൂടി തന്നെ വേഗം അതൊന്ന് ക്ലീൻ ചെയ്ത് പഴയ തുടപ്പം ഞാനെടുത്തു, പുതിയ തുടപ്പം ഏട്ടനും എടുത്തു. രണ്ടാളും കൂടെ തന്നെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിയുമല്ലോ. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 10-11 മണിക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട് ലഞ്ചിന് അവിടെ ആയിരുന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു ഇന്ന ദിവസം ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർ ശരി പറഞ്ഞു. അവിടെ ഏട്ടനും പുറത്താണ്. പുറത്ത് പറഞ്ഞാൽ കുറച്ച് തമിഴ്നാട് അങ്ങനെ കോയമ്പത്തൂർ എവിടെയാണ് ഏട്ടൻ വർക്കിന്. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടനും കൂടെ വന്നാണ്, അവളുടെ ഭർത്താവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പോകണമല്ലോ, അപ്പോൾ സമയം വേഗം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഏട്ടനും കൂടെ. സമയമുണ്ട് 10-11 മണിക്ക്, പക്ഷേ ഇങ്ങനെ ക്ലീനിങ്ങിന് നിന്നപ്പോൾ സമയം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തങ്കമണി മേമ വന്നിട്ട്, അശ്വതി അവിടെ നിറച്ചും പൂക്കൾ പൂത്തിരിക്കണം, നോക്ക്, നീ അതൊന്ന് വന്ന് വീഡിയോ എടുത്തുവിട്. ഏകദേശം എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഞാനിങ്ങനൊരു കുഞ്ഞു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിലാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അധികം എല്ലാവരും കാണാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അച്ഛനേരും 4 ആൺമക്കളാണ്, 2 പെണ്ണും. അതേ അച്ഛനെയാണ് 4 മക്കൾ ഇവർ. അപ്പോൾ തങ്കമണി മേമ വന്നിട്ട് അവിടെ പൂക്കളുണ്ട്, വായോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും കൂടെ ഓടി വന്ന്, മേമ എന്നെ വീഡിയോ എടുക്കണ്ട കേട്ടോ, അതായത് ഡ്രസ്സ് നൈറ്റി തന്നെയല്ലേ, അപ്പോൾ മാറ്റിയിട്ടില്ല, ഞാൻ എന്നെ പെടാതെ എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൂ മാത്രം എടുക്കണം. ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടാ, നല്ല അടിപൊളി. ഇങ്ങനെ രാവിലെ 10 മണിക്ക് വിരിയണ പൂവില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ വാടും. എന്നാലും ഈ നിത്യ കല്യാണിയൊക്കെ ഡെയിലി പൂവ് തരുന്ന ഒരു പൂവാണ് നിത്യ കല്യാണിയും. അന്ന് ചെറിയച്ഛൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത് ഈ വീട്ടിലെ ആണ്ട് മേമ എത്തി നോക്കുകയാണ്, എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ വീട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടാണ്, എൻ്റെ സ്വന്തം അച്ഛമ്മയുടെ വീടാണ് ഇത്. ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് അവിടെ തിരുനെല്ലയിൽ അപ്പുറത്ത്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കുടുംബമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും ഏട്ടനും റിലേഷനാണ്. എൻ്റെ അച്ഛനും ഏട്ടൻ്റെ അച്ഛനും അങ്ങനെ റിലേഷനാണ്. ഇതേ പണ്ടത്തെ ആട്ടുകളൊക്കെ കാണിച്ചു തരണം. ഇത് ഏറ്റവും ലാസ്റ്റത്തെ ചെറിയച്ഛനാണ്. ചെറിയച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് 9-10 വർഷം കഴിഞ്ഞു, 10-14 വർഷം കഴിഞ്ഞു. ചെറിയച്ഛനില്ല. അപ്പോൾ അവരുടെ പിള്ളേർ 2 പെൺകുട്ടികളാണ്. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ചെറിയച്ഛൻ്റെ വീടാണ് ഇത്. ഇതൊരു ചെറിയച്ഛൻ്റെ, പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലില്ലേ അതൊരു ചെറിയച്ഛൻ. അങ്ങനെ ഇവർ 4 പേരും ഒന്നിച്ച് തന്നെ ഉണ്ട്. ഇത് തൊട്ടതിൻ്റെ പാടവും നല്ല രസമാണ്. നമ്മൾ പണ്ട് വേനൽക്കാലത്തൊക്കെ കുട്ടികൾ കുഞ്ഞതായിരിക്കുന്ന സമയത്തും ഈ തിണ്ണയിൽ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നാൽ നല്ല കാറ്റാണ്. ആദ്യം ഈ വീടും ഇതുപോലൊരു ഓട് വീട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെയും തിണ്ണയുണ്ട്. ഈ തിണ്ണയിൽ 2 തിണ്ണയിലും ഇങ്ങനെ ഇരുന്നാൽ നല്ല കാറ്റ് കൊണ്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ അവരിങ്ങനെ സിറ്റ് ഔട്ടാക്കി, എന്നാലും നല്ല പാടത്തു നിന്നുള്ള കാറ്റുകളെ നമുക്ക് നല്ലോണം കിട്ടും. അങ്ങനെ പൂക്കളുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ തറവാട്, ഇതൊരു ചെറിയച്ഛൻ്റെ വീട്. ഇങ്ങനെ നോക്കിയാൽ ഞാനിപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ, നമ്മളും പുതിയ വീട് പണിതിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് വീഡിയോ കാണിച്ച് തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതേ നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാം നൂൽപുട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതൊന്ന് സെറ്റ് ചെയ്യണത്. കുക്കറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 ഇഡലി കുക്കറാണ്. അപ്പോൾ 24 എണ്ണം കിട്ടും. അതുപോലെ തന്നെ നൂൽപുട്ടിനെ വെക്കുകയാണെങ്കിലും അതേ 24 എണ്ണം കിട്ടും. ഒറ്റ വിസിലെടുത്താൽ മതി, നമുക്ക് ധാരാളമാണ്.
പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിന് കറി വേണമല്ലോ, നൂൽപുട്ട് മാത്രം പോരല്ലോ. അപ്പോൾ കുറച്ച് കാടമുട്ടയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. കുറച്ച് തന്നെ ഉള്ളൂ. ഇവന്മാരിങ്ങനെ പൊട്ടിച്ചിട്ട് പുഴുങ്ങിയിട്ടും വറുത്തിട്ടൊക്കെ കഴിച്ചിട്ടേ ബാലൻസ് ഇവരുടെ കണ്ണിൽ പെടാണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റൂ ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇടിയപ്പത്തിന് സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, അതുപോലെ കാടമുട്ടയും ഉരുളക്കിഴങ്ങും കാടമുട്ട സ്റ്റൂ ആണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ഇന്ന് ഫ്ലോപ്പ് ആകാതെ തന്നെ നല്ല അടിപൊളി കാടമുട്ട സ്റ്റൂ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ അടിച്ചു വരുന്നതിന് മുന്നേ തന്നെ ചായ വയ്ക്കുന്ന സമയത്ത് തന്നെ കുക്കറിൽ ഉരുളക്കിഴങ്ങും കാടമുട്ടയും കൂടെ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ഒപ്പം തന്നെ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലും ഇപ്പോൾ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷമാണ് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചത്. അത് പിന്നെ പെട്ടെന്ന് മതിയല്ലോ, ഒന്ന് മിക്സിയിൽ കറക്കി ഇങ്ങോട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതിയല്ലോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും പിള്ളേരൊക്കെ അയ്യോ പറയാൻ തുടങ്ങി, വിശക്കണു എപ്പോഴും വിശക്കണു തന്നെ. അതിൻ്റെ ഇടയിൽ ഇതേ കണ്ടോ, നമ്മൾ സ്പീഡിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തട്ടിമറികൾ എപ്പോഴും നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കുക എന്ന് പറയില്ല. അങ്ങനെ അതും തുടച്ച് ഒന്ന് വൃത്തിയാക്കി കുറച്ച് തേങ്ങാപ്പാൽ പോയതാണ്, കുഴപ്പമില്ല. അത് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കൈയോടെ തന്നെ അപ്പം തന്നെ തുടച്ചില്ലെങ്കിലേ പിന്നെ അത് അവിടെ കിടന്ന് വെറുതെ എന്തിനാണ്. എപ്പോഴും അങ്ങനെ കൈയോടെ തുടച്ചിട്ടുള്ളൊരു ശീലം. പെട്ടെന്ന് തന്നെ കാടമുട്ട എല്ലാം റെഡിയാക്കി കുട്ടികൾക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തു. നൂൽപുട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കർ വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് വീതം മുട്ട എണ്ണീറ്റൊക്കെ തന്നെയാണ് കേട്ടോ ഇടുക. അങ്ങനെയാണ് ശീലം. എൻ്റെ വീട്ടിലെ ശീലമല്ല, ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴുള്ള ശീലം. അതായത് നമുക്ക് ഇഷ്ടമുള്ള അത്രയൊന്നുമല്ല, എല്ലാവർക്കും തികയുന്ന പോലെ, എല്ലാവർക്കും കിട്ടുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് ശീലം. ആ ശീലം ഞാൻ ഇപ്പോൾ ഇവിടെയും ഇവന്മാരെ കൊണ്ടും ശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞ് ഏട്ടൻ കുളി കഴിഞ്ഞിട്ട് എന്നെയും കാത്തിരിക്കുകയാണ് കഴിക്കാണ്ട്, ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും കൂടെ ഓടി കുളിച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേണം റെഡിയായിട്ട് അങ്ങോട്ട് പോവാൻ. അങ്ങനെ കുഞ്ഞാറ്റ വന്നില്ല പറഞ്ഞു. ശരി, അപ്പോൾ കുഞ്ഞാറ്റയ്ക്കുള്ള നൂൽപുട്ട് ഇതിലുണ്ട്, കറിയും ഉണ്ടല്ലോ, സ്റ്റൂ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കട്ടെ. ടേസ്റ്റൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് മുട്ട തരാണ്ടേ, ഉരുളക്കിഴങ്ങ് മാത്രം തരുമോ? ഞാൻ സമ്മതിക്കുമോ? എനിക്ക് മുട്ട വേണ്ടേ, അതും കാടമുട്ടയാണ്. നമുക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ നമുക്കും ഇഷ്ടം തന്നെയാണ് കാടമുട്ട. നമുക്കും ഈ ഏട്ടൻ പറയും ഇല്ല കുഴപ്പമില്ല, കുട്ടികൾക്ക് കൊടുക്കുക പറയും. എന്നിട്ട് ഏട്ടൻ കഴിക്കാണ്ട് കുട്ടികൾക്ക് കൊടുക്കും. ഞാനും കൊടുക്കും കേട്ടോ, എന്നാലും ഞാൻ എൻ്റെ എണ്ണം കണക്ക് പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. അത് ഇപ്പം അങ്ങനെയൊന്നുമില്ല, രണ്ടാളും കൊടുക്കും. അങ്ങനെ എനിക്ക് ഏട്ടൻ മുട്ടയൊക്കെ തന്ന് എന്നിട്ട് പിന്നെ ഏട്ടൻ്റെ മുട്ടയും കൂടെ എനിക്ക് തരും. അങ്ങനെ മൂന്നാളിനെയും തീറ്റിക്കാനാണല്ലോ, അങ്ങനെ തീറ്റിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ സൈഡ് ഇങ്ങനെ വളർന്നു എന്നൊക്കെ. അതെ, ഞാൻ പണ്ട് നല്ല വണ്ണം കുറവായിരുന്നു. അത് പിന്നെ ഞാൻ പഴയ ഫോട്ടോ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് റെഡിയായിട്ട് പോകാൻ നോക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എന്ന് പറയണില്ല, കുറച്ച് വലിയ വീഡിയോ തന്നെയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വീഡിയോ മുഴുവനായിട്ട് കാണണേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണത്. അതുകൊണ്ടാണ് വരിക്കുട്ടീൻ്റെ വിക്രസ് കാണിക്കണത്. അങ്ങനെ ഞങ്ങളൊന്ന് റെഡിയായിട്ട് പോകട്ടെ കേട്ടോ. ഗപ്പീസില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പം അവളുടെ അവിടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പിടിച്ചതാണ്, പിടിക്കാനും കിട്ടണില്ല, ഇവിടെ കുറച്ചേ ഉള്ളേ. അപ്പോൾ ഒരു കുപ്പിയിൽ ആക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ടുള്ളത് കാണിച്ചു തരാവേ.